വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. സാധാരണ നമ്മൾ ചർച്ച ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായി മലക്കുകളിലെ പ്രധാനിയായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ധാരാളം പ്രത്യേകതകളും സവിശേഷതകളും പരിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചകന്റെ ചര്യയിലൂടെയും അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് രേഖപ്പെടുത്തപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് രാത്രി നമസ്കാരം ആരംഭിക്കുന്നത് ആ നമസ്കാരത്തിന്റെ തുടക്കത്തിൽ ദുആഉൽ ഇഫ്തിതാഹ് എന്ന് പറയുന്ന പ്രാരംഭ പ്രാർത്ഥന, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നത് അല്ലാഹുമ്മ റബ്ബ ജിബ്രീൽ വമീകായിൽ വഇസ്റാഫീൽ ഫാത്തിറസ് സമാവാതി വൽ അർദ് ആലിമുൽ ഗൈബി വശഹാദ അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ ഇഹ്ദിനി ലിമാ ഖുലിഫ ഫീഹി മിനൽ ഹഖ് ബിഇദ്നിക ഇന്നക അൻത തഹ്ദീ മൻ തശാഉ ഇലാ സിറാത്തിൽ മുസ്തഖീം. അവിടെ വളരെ പ്രധാനപ്പെട്ട മലക്കുകളിൽ പ്രധാനിയായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം, ആ പ്രധാനികളുടെ റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങുന്നത്. അപ്പോൾ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട പ്രത്യേക സൃഷ്ടിയാണ് മലക്കുകൾ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ആ മലക്കുകളിലെ വളരെ പ്രധാനപ്പെട്ട പ്രധാനിയായി മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിന്റെ മഹത്വവും അദ്ദേഹത്തിന്റെ സ്ഥാനവും പല ആയത്തുകളിലും വിശദീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജിബ്രീലിനോട് ശത്രുത വെക്കുന്ന ആളുകളെ, അവരെ അള്ളാഹു ആക്ഷേപിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൽ ബഖറയുടെ 97-98 വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഖുൽ മൻ കാന അദുവ്വൻ ലിജിബ്രീല ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക ബിഇദ്നില്ലാഹി മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി വഹുദൻ വബുശ്റാ ലിൽമുഅ്മിനീൻ മൻ കാന അദുവ്വൻ ലില്ലാഹി വമലായികതിഹി വറുസുലിഹി വജിബ്രീല വമീകാൽ ഫഇന്നല്ലാഹ അദുവ്വുൻ ലിൽകാഫിരീൻ. സൂറത്തുൽ ബഖറയിലെ 2 ആയത്തുകളാണ്. ആരെങ്കിലും ജിബ്രീലിനോട് ശത്രുത വെക്കുന്നുണ്ടോ എങ്കിൽ അറിയണം, ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക ബിഇദ്നില്ലാഹ്, ആ ജിബ്രീലാണ് നിന്റെ കൽബിൽ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം പരിശുദ്ധ ഖുർആനുമായി ഇറങ്ങുന്നത്, അഥവാ ഖുർആനെ ഇറക്കുന്നത്. ആ ഖുർആൻ അതിന് മുമ്പുള്ളതിനെ സത്യപ്പെടുത്തുന്നതാണ്, സന്മാർഗമാണ്, സത്യവിശ്വാസികൾക്ക് ശുഭവാർത്തയാണ്. ആരെങ്കിലും അള്ളാഹുവിനോട് ശത്രുത വെക്കുന്നുവെങ്കിൽ, മലക്കുകളോട് ശത്രുത വെക്കുന്നുവെങ്കിൽ, ദൂതന്മാരോട് ശത്രുത വെക്കുന്നുവെങ്കിൽ, ജിബ്രീലിനോടും മീകാലിനോടും ശത്രുത വെക്കുന്നുവെങ്കിൽ ഫഇന്നല്ലാഹ അദുവ്വുൻ ലിൽകാഫിരീൻ, അള്ളാഹു നിഷേധികളോട് ശത്രുതയാണ്, അള്ളാഹുവിന്റെ ശത്രുവായിരിക്കും അവർ എന്ന് അള്ളാഹു പരിചയപ്പെടുത്തുന്നു. ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ആ 2 ആയത്തുകളിലും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രത്യേകതയുമുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ശത്രുത വെക്കുന്ന, ജിബ്രീലിനെ ആക്ഷേപിക്കുന്ന ആളുകൾക്കുള്ള ശക്തമായ പ്രതിഷേധവും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം. മാത്രമല്ല, മലക്കുകളുടെ കൂട്ടത്തിലെ വളരെ പ്രധാനിയാണ് ജിബ്രീൽ എന്ന് ഞാൻ പറഞ്ഞല്ലോ. പരിശുദ്ധ ഖുർആൻ നമുക്ക് നോക്കിയാൽ മലക്കുകളെ മൊത്തത്തിൽ പറയുമ്പോൾ ആ പറയുന്നതിന് മുമ്പ് ജിബ്രീലിനെ പറഞ്ഞിട്ടാണ് മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം. പ്രത്യേകം എടുത്തു പറയും നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യൗമ യഖൂമുർ റൂഹു വൽ മലായികത്തു സ്വഫൻ ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാനു വഖാല സവാബ. യൗമ യഖൂമുർ റൂഹു വൽ മലായിക, റൂഹും മലക്കുകളും നിൽക്കുന്ന ദിവസം, ലാ യതകല്ലമൂന, അവർ സംസാരിക്കുകയില്ല,
ഇല്ലാ മൻ ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹു റഹ്മാനു വഖാല സവാബൻ. പരമകാരുണികൻ അനുവാദം കൊടുത്ത നല്ല വാക്ക് പറഞ്ഞ ആളുകളല്ലാതെ സംസാരിക്കുകയില്ല. അവിടെ റൂഹ് എന്ന് പറയുന്നത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. മലക്കുകളുടെ കൂട്ടത്തിൽ ജിബ്രീൽ ഇസ്ലാം പെടും. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കാനും അദ്ദേഹത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനും മഹത്വം മനസ്സിലാക്കാനും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല റൂഹ് എന്ന് ആദ്യം പറഞ്ഞു കാണാം. മാത്രമല്ല ആ മനുഷ്യരുടെ കർമ്മങ്ങൾ ആകാശത്തിലേക്ക് ഉയർന്നു പോകുന്നു, മലക്കുകൾ ഉയർന്നു പോകുന്നു. ആ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ മലക്കുകൾ ആകാശത്തിലേക്ക് കയറിപ്പോകുന്നത് പറയുമ്പോൾ പരിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം, തഅറുജുൽ മലായികത്തു വറൂഹു ഇലൈഹി ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50000 സന. മലക്കുകൾ കയറിപ്പോകുന്നു, റൂഹും കയറിപ്പോകുന്നു. മലക്കുകളുടെ കൂട്ടത്തിൽ തന്നെയാണ് ജിബ്രീൽ. പക്ഷേ ജിബ്രീലിനെ അള്ളാഹു പ്രത്യേകം പ്രാധാന്യത്തോടു കൂടി പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ഭൂമിയിലേക്ക് മലക്കുകൾ ഇറങ്ങി വരുന്നതുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആന്റെ പരാമർശം തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ എന്നാണ്. മലക്കുകൾ ഇറങ്ങി വരുന്നു, റൂഹും ഇറങ്ങുന്നു. ആ റൂഹ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അപ്പൊ ഈ ആയത്തുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രത്യേകതയും പ്രാധാന്യവും അദ്ദേഹത്തിന്റെ മഹത്വവും ഒക്കെ അള്ളാഹുവിന്റെ ഖുർആൻ എടുത്തു പറയുകയാണ്. ഇനി ജിബ്രീൽ സ്വലാത്തു വസ്സലാമിന്റെ രൂപം എങ്ങനെയാണ്? മലക്കുകൾ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന് നമുക്കറിയാം. കാരണം അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയും. അപ്പോ മലക്കുകൾ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതിൽ നിന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അടങ്ങുന്ന മലക്കുകളുടെ അവരുടെ രൂപം, ആ രൂപത്തിൽ ജിബ്രീലിന്റെ പ്രത്യേകത എന്താ നമുക്ക് നോക്കാം. അവിടെ കാണാം പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, റസുലൻ ഉലി അജ്നിഹത്തിൻ മത്നാ വസുലാസ വറുബാ യസീദു ഫിൽ ഖൽഖി മാ യശാ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ദൂതന്മാരെ അല്ലാഹു, പ്രവാചകൻ അഥവാ ദൂതനാകുന്ന മലക്കുകളെയാണ് റസുലൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അവർ ഉലി അജ്നിഹത്തിൻ, ചിറകുള്ളവരാണ്. മത്നാ വസുലാസ വറുബാ, ഈ 2 ചിറകുള്ളവരുണ്ട്, 3 ചിറകുള്ളവരുണ്ട്, 4 ചിറകുള്ളവരുണ്ട്. യസീദു ഫിൽ ഖൽഖി മാ യശാ, അല്ലാഹു അവന്റെ സൃഷ്ടിയിൽ അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ വർധനവ് നടത്തുന്നതാണ്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാം അറിയുന്നവൻ, എല്ലാത്തിനും കഴിവുള്ളവനാണെന്നാണ്. അപ്പോ സാധാരണ മലക്കുകൾക്ക് 2, 3, 4 ചിറകുകൾ ഉണ്ടെന്നാണ്. എന്നാൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് എത്ര ചിറകുണ്ട് എന്ന് നോക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ജിബ്രീലിനെ ഭൂമിയിൽ വെച്ച് കണ്ടിട്ടുള്ളയാൾ. ജിബ്രീലിനെ ഭൂമിയിൽ വെച്ച് ജിബ്രീലിന്റെ യഥാർത്ഥ രൂപത്തിൽ കണ്ടിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീല ഫീ സൂറത്തിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിന്റെ രൂപത്തിൽ കണ്ടിട്ടുണ്ട്. വലഹു 600 ജനാഹിൻ, ജിബ്രീലിന് 600 ചിറകുണ്ടെന്ന്. കുല്ലു ജനാഹിൻ മിൻഹാ ഖദ് സദ്ദൽ ഉഫുഖ്, ഓരോ ചിറകുകളും ചക്രവാളത്തെ മറഞ്ഞു നിൽക്കുന്ന രൂപത്തിൽ, ചക്രവാളത്തെ മറച്ചു നിൽക്കുന്ന രൂപത്തിൽ ഓരോ ചിറകുകളും ഉണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ അർത്ഥം മറ്റു മലക്കുകളിൽ വ്യത്യസ്തമായി ജിബ്രീലിന് 600 ചിറകുണ്ട് എന്നാണ്. മറ്റൊരു ഹദീസിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, മൻ സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഅ റബ്ബഹു ഫഖദ് അഅ്ളമ അൽ-ഫിരി ഫഖദ് അഅ്ളമ അലല്ലാഹി അൽ-ഫിരിയ ഫഖദ് അഅ്ളം. ഒരാൾ വാദിക്കുകയാണ് അള്ളാന്റെ റസൂൽ അള്ളാഹുവിനെ നേരിട്ട് കണ്ടു എന്ന് പറഞ്ഞാൽ അയാൾ ഒരു വമ്പിച്ച വർത്തമാനം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞു ശരിയല്ല എന്നാണ്. വലാകിൻ, എങ്കിലും ഖദ് റഅ ജിബ്രീല ഫീ സൂറത്തിഹി, ജിബ്രീലിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത് ജിബ്രീലിന്റെ യഥാർത്ഥ രൂപത്തിൽ. സാദുൻ മാ ബൈനൽ ഉഫഖ്, ചക്രവാളങ്ങളെ
മറച്ചു നിൽക്കുന്ന രൂപത്തിൽ അദ്ദേഹത്തിന്റെ ചിറകിന്റെ വലിപ്പമാണ് പറഞ്ഞത്. അപ്പൊ 600 ചിറകുകൾ പിന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനുണ്ട് എന്നാണ്. ജിബ്രീൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 പ്രാവശ്യം കണ്ടിട്ടുണ്ട് ജിബ്രീലിന്റെ യഥാർത്ഥ രൂപത്തിൽ. അതൊന്ന് ഭൂമിയിൽ വെച്ചാണ്, മറ്റൊന്ന് ആകാശത്ത് അഥവാ സിദ്റത്തുൽ മുൻതഹ എടുത്തു വെച്ചാണ്. ജിബ്രീൽ സ്വലാത്തു വസ്സലാം അള്ളാന്റെ റസൂലിന്റെ അടുത്ത് എത്തിയത് പല രൂപത്തിലുണ്ട്. ചില ഹദീസുകളിലൊക്കെ കാണാം മനുഷ്യന്റെ കോലത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു വന്നിട്ടുണ്ട്. ഹദീസു ജിബ്രീൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രസിദ്ധമായ ഹദീസ് ഉണ്ട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ. അവിടെ ജിബ്രീൽ സ്വലാം വരുന്നത്, അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ തലമുടിയൊക്കെ നല്ല കറുത്ത സവാദുശ്ശഅർ എന്ന്, സവാദുശ്ശഅർ അഥവാ തലമുടിയുടെ കറുപ്പ് ശക്തമായ ആളായിരുന്നു. മാത്രമല്ല ശദീദു ബയാദ് സിയാം, ശദീദു സവാദുശ്ശഅർ, ശദീദു ബയാദ് സിയാം, നല്ല വെളുത്ത വസ്ത്രം ധരിച്ച ആളാണ് വന്നത്. റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിരുന്നു. സഹാബികൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. എന്തായാലും പ്രവാചകന്റെ അടുത്ത് വന്ന് അദ്ദേഹം പല ചോദ്യങ്ങൾ ചോദിച്ചു, ഉത്തരം പറഞ്ഞു, അദ്ദേഹം അംഗീകരിച്ചു. ഞാനത് വിശദീകരിക്കണില്ല. അദ്ദേഹം തിരിച്ചു പോവുകയാണ്. കുറച്ചു കഴിഞ്ഞു ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ് ഫലവിസ്തു മലിയൻ. കുറച്ചു കഴിഞ്ഞപ്പോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ ഉമർ അതദ്രി മനി സായിൽ, ഉമറെ ഇപ്പൊ വന്ന് ചോദിച്ചു പോയ ആളാരാന്ന് നിനക്കറിയോ? ഞാൻ പറഞ്ഞു അല്ലാഹു റസൂലു അലം, അല്ലാഹു റസൂലുമാണ് ഏറ്റവും അറിയുന്നവർ. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹാദാ ജിബ്രീൽ, ആ വന്നു പോയത് ജിബ്രീലാണ്. അപ്പൊ ജിബ്രീൽ നല്ല സുന്ദരനായ ഒരു പുരുഷന്റെ രൂപത്തിലാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തെത്തിയത്. മറ്റു ചില സന്ദർഭങ്ങളിൽ സ്വഹാബിയായ ദഹിയത്തുൽ കൽബി എന്ന സ്വഹാബിയുടെ രൂപത്തിൽ വന്നതും ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനൊക്കെ അദ്ദേഹത്തിന്റെ രൂപം അങ്ങനെയൊക്കെ വന്നതായിട്ട് ഹദീസ് കാണാം. മാത്രമല്ല പരിശുദ്ധ ഖുർആൻ സൂറത്തു മറിയം, ആ മറിയമിൽ മറിയം ബീവിയുടെ അടുത്ത് ജിബ്രീൽ വന്നത് ഖുർആൻ പറയുന്നുണ്ട് ഫതമസ്സല ലഹാ ബശറൻ സബിയൻ, ഒറ്റൊരു പുരുഷനായി പ്രവാചകൻ മറിയം ബീവിയുടെ അടുത്ത് ജിബ്രീൽ സ്വല്ലം വന്നു എന്ന് കാണാം. അപ്പൊ ജിബ്രീലിന്റെ യഥാർത്ഥ രൂപം പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട 600 ചിറകുകളുള്ള അതിശക്തമായ ഗൗരവതരമായ ഒരു സൃഷ്ടിയാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അള്ളാഹു ധാരാളം വിശേഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് വിശേഷണമായി പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ സംസാരിക്കുന്നുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ വിശേഷിപ്പിച്ച ഒരു വിശേഷം റൂഹുൽ ഖുദുസ് എന്നാണ്. നമ്മൾ ഈ പ്രോഗ്രാമിന് അതിന്റെ പരസ്യം, ആ പ്രോഗ്രാമിന് ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ ജിബ്രീൽ എന്ന പേരെഴുതുമ്പോൾ അതിന്റെ മേലെ എഴുതിയിരുന്നത് റൂഹുൽ ഖുദുസ് എന്നാണ്. റൂഹുൽ ഖുദുസ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ആത്മാവ് എന്നാണ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് ഖുൽ നസ്സലഹു റൂഹുൽ ഖുദുസ് മിൻ റബ്ബിക ബിൽ ഹഖ് ലിയുസബ്ബിത അല്ലദീന ആമനൂ വഹുദൻ വബുശ്റാ ലിൽ മുസ്ലിമീൻ. നബിയെ പറയാം, ഈ പരിശുദ്ധ ഖുർആൻ ഇറക്കിക്കൊണ്ടുവരുന്നത്, പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു കൊണ്ടുവരുന്നത് ആരാണ്? റൂഹുൽ ഖുദുസ് ആണ്. റൂഹുൽ ഖുദുസ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ റബ്ബിൽ നിന്ന് സത്യമായി യഥാർത്ഥ മുറപ്രകാരം ആ പരിശുദ്ധ ഖുർആൻ ഇറക്കി കൊണ്ടുവരുന്നത്, അവതരിപ്പിച്ചു കൊണ്ടുവരുന്നത് റൂഹുൽ ഖുദുസ് ആണ് എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. സത്യവിശ്വാസികൾക്ക് ഒരു സ്ഥിരതക്കും ഉറപ്പിനും അവർക്ക് മാർഗദർശനത്തിനും മുസ്ലിമീങ്ങൾക്കുള്ള ശുഭവാർത്തയുമാണ് അതിലുള്ളത് എന്ന് ഖുർആൻ. അപ്പൊ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിനെ പറയുന്ന പേര് റൂഹുൽ ഖുദുസ് എന്നാണ്. മറ്റൊരായത്തിൽ കാണാം നസല ബിഹി റൂഹുൽ അമീൻ, ആ ഖുർആനും കൊണ്ട് ഇറങ്ങുന്നു റൂഹുൽ അമീൻ, വിശ്വസ്ത ആത്മാവ്, വിശ്വസ്തനായ ആത്മാവ് എന്നാണ് റൂഹുൽ അമീൻ എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം. അള്ളാഹുവിന്റെ അടുത്ത് അതിമഹത്തായ സ്ഥാനവും പ്രാധാന്യവുമുണ്ട് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കുറിച്ച് ഹദീസിൽ വന്നൊരു കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം ഇന്നല്ലാഹ തബാറക വ തആല ഇദാ അഹബ്ബ അബ്ദൻ നാദ ജിബ്രീൽ.
അള്ളാഹു ഒരു അടിമ ഇഷ്ടപ്പെട്ടാൽ ഉടൻ തന്നെ ജിബ്രീലിനെ അള്ളാഹു വിളിക്കും. എന്നിട്ട് പറയും ജിബ്രീലിനോട് അള്ളാഹു പറയും, ഇന്നയാളെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, അള്ളാഹു ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് ജിബ്രീൽ താങ്കളും അവരെ ഇഷ്ടപ്പെടണം. അങ്ങനെ ജിബ്രീൽ അവരെ ഇഷ്ടപ്പെടും. പിന്നീട് തുമ്മ യുനാദി ജിബ്രീലു ഫിസ്സമാ, പിന്നെ ജിബ്രീലാണ് ആകാശത്തിൽ വിളിയാളം പറയുന്നത്, ഇന്നല്ലാഹ ഖദ് അഹബ്ബ ഫുലാനൻ ഫഅഹിബ്ബൂഹു, അള്ളാഹു ഇന്നാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുവീൻ. അങ്ങനെ ആകാശത്തുള്ളവരെല്ലാം അദ്ദേഹത്തെ ഇഷ്ടപ്പെടും. ഭൂമിയിൽ അദ്ദേഹത്തിന് ഒരു സ്വീകാര്യതയും കിട്ടും. ഇവിടെ അള്ളാഹു ഒരു അടിമ ഇഷ്ടപ്പെട്ടിട്ട് അള്ളാഹു അവന്റെ മലക്കുകളിൽ മുഖറബുകളായ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത സാമീപ്യമുള്ള മലക്കുകളിൽ അള്ളാഹു ആദ്യം ആ വിവരം അറിയിക്കുന്നതും പറയുന്നതും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോടാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള പ്രത്യേകതയാണ്, മഹത്വമാണ്, അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള സ്ഥാനമാണ് അത് എന്ന് നമ്മൾ കൂട്ടത്തിൽ ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഇനി അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള വിശേഷണം മറ്റൊന്നാണ്, അദ്ദേഹം വലിയ ഇൽമുള്ള ആളാണെന്ന്. എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുടെ കൂട്ടത്തിലെ ഏറ്റവും വിവരമുള്ള ആളുകൾ എന്ന് പറയുന്നത് അമ്പിയാക്കളാണ്. ആ അമ്പിയാക്കളെ പഠിപ്പിച്ചു കൊടുക്കുന്ന അമ്പിയാക്കൾക്ക് ആ വേദഗ്രന്ഥവും നിയമസംഹിതകളും പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകനാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആളുകൾ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ നബി തങ്ങൾ ഭ്രാന്തനാണെന്നും അങ്ങനെ തുടങ്ങുന്ന ആക്ഷേപങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഖുർആൻ പറഞ്ഞു, മാ ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى علمه شديد القوى ذو مرة فاستوى. മാ ضل صاحبكم وما غوى, നിങ്ങളുടെ കൂട്ടുകാരന് പിഴച്ചിട്ടില്ല, അദ്ദേഹം തെറ്റിപ്പോയിട്ടില്ല, അദ്ദേഹം സംസാരിക്കുന്നത് സ്വേച്ഛപ്രകാരമല്ല, വഹയിന്റെ അടിസ്ഥാനത്തിൽ, ദിവ്യബോധനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നിട്ട് ഖുർആൻ പറയാണ്, ആ വഹി, ആ കാര്യം പഠിപ്പിച്ചു കൊടുക്കുന്ന ആളാരാണ്? അല്ലമഹു, അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് ശദീദുൽ ഖുവ, അതിശക്തനായ ആളാണ്. അതെ, ബലവാനായ ആൾ. ഫസ്തവ, എന്നിട്ട് അദ്ദേഹത്തിന്റെ ശരിയായ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ജിബ്രീലിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാക്ക് അതിൽ ഒരു പ്രധാനപ്പെട്ടതാണ് നമ്മൾ പറയുന്നത്. അല്ലമഹു, അദ്ദേഹത്തിന്റെ ഇൽമിന്റെ പ്രത്യേകതയാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനാണ് വിവരങ്ങൾ അറിയിച്ചു കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് ജിബ്രീലാണ് അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരിക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഓതി കൊടുക്കുക. പരിശുദ്ധ ഖുർആൻ അല്ലാഹു മറ്റൊരായത്തിൽ പറഞ്ഞത് കാണാം, വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ നസല ബിഹി റൂഹുൽ അമീൻ അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദിരീൻ ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ. വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ, നിശ്ചയമായും ഇത് സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ അവതരണം തന്നെയാണ്. നസല ബിഹി, അതുമായി ഇറങ്ങുന്നു ആര്? അർറൂഹുൽ അമീൻ, വിശ്വസ്തനായ ആത്മാവ്. അലാ ഖൽബിക, നിന്റെ ഹൃദയത്തിൽ, ലിതകൂന മിനൽ മുൻദിരീൻ, നീ മുന്നറിയിപ്പ് കൊടുക്കുന്നവരിൽ ഉൾപ്പെടാൻ വേണ്ടിയാണ്. ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ, വ്യക്തമായ അറബി ഭാഷയിലാണ് അതുള്ളത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ആ റൂഹുൽ അമീനാണ് വരുന്നത്, അത് അള്ളാഹു കൊടുത്ത അതേ വിഷയം പഠിപ്പിച്ചു കൊടുക്കാനാണ് എന്നാണ്. ഇതേ ജിബ്രീൽ സ്വലാത്തു വസ്സലാം തന്നെയാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്തത്. ഇതേ ജിബ്രീൽ സ്വലാത്തു വസ്സലാം തന്നെയാണ് ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്തത്, ദാവൂദ് നബിയുടെ അടുത്ത് വന്നത്. അവർക്കെല്ലാം അതാത് ഭാഷകളിൽ അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് അവർക്കൊക്കെ ദീനിന്റെ ഹക്കാമുകളും വേദഗ്രന്ഥത്തെയും പഠിപ്പിച്ചു കൊടുത്തയാൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ് എന്നാണ്. ഇനി മാത്രമല്ല, അദ്ദേഹത്തിന്റെ മറ്റൊരു വിശേഷണം പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരായത്തിൽ വിവിധങ്ങളായ വിശേഷണങ്ങൾ പറഞ്ഞത് കാണാം. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം
ذي قوة عند ذي العرش مكين مطاع ثم أمين. നോക്കുങ്ങൾ അവിടെ ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, തീർച്ചയായും ഇത് മാന്യനായ ഒരു ദൂതന്റെ വാക്കാൻ. റസൂലുൻ കരീം. രണ്ടാമത്തത് ذي قوة, ശക്തനായ ആൾ. ഇൻദദിൽ അർശി മക്കീൻ, അർശിന്റെ ഉടമസ്ഥന്റെ അടുത്ത് സ്ഥാനമുള്ളയാൾ. മുതാഇൻ, സമ്മ, അവിടെ അനുസരിക്കപ്പെടുന്നയാൾ. അമീൻ, വിശ്വസ്തൻ. അള്ളാഹു ഒറ്റ ആയത്തിലാണ് ഇത്രയും വിശേഷണങ്ങൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്നത്. ഒന്നാമത്തെ വാക്ക് റസൂലുൻ കരീം എന്നാണ്. മാന്യനായ ദൂതൻ എന്ന് പറഞ്ഞാൽ മാന്യത, ഉദാരത, ധാരാളം ഖൈറുകൾ, അതുപോലെ തന്നെ അള്ളാഹു ഏൽപ്പിച്ച കാര്യം അതേ രൂപത്തിൽ എത്തിച്ചു കൊടുക്കുന്ന മാന്യമായ ദൂതനാണ്, മാന്യനായ ദൂതനാണ്, കരീമായ ദൂതനാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നാണ്. ഇവിടെ നിങ്ങൾ അറിയേണ്ട വിഷയം എന്താ വെച്ചാൽ, പ്രവാചകൻ പറയുന്നത് ഉൾക്കൊള്ളാൻ കഴിയണില്ല, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് നുണയാണ്, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് ഭ്രാന്തൻ ജൽപ്പനങ്ങളാണ്, നിർമ്മിതവാദങ്ങളാണ് എന്നൊക്കെ പറയുമ്പോൾ അതിന് മറുപടി ആയിട്ടാണ് അള്ളാഹു ഇത് പറയുമ്പോൾ. അപ്പൊ ഇത് പറയുമ്പോൾ ഇത് എത്തിച്ചു കൊടുക്കുന്ന ആൾ മാന്യനാണെന്ന് പറയുമ്പോൾ, എത്തിച്ചു കൊടുക്കുന്നയാൾ മാന്യനാണെങ്കിൽ ആ കൊണ്ടു കൊടുക്കുന്ന കാര്യവും മാന്യതയുള്ളതാകുമല്ലോ. അതാണ് റസൂലുൻ കരീം. രണ്ടാമത്തതോ അതിശക്തമായ ദീ ഖുവ്വത്താണ്, ശക്തനായ ആളാണ് എന്നാണ്. ആ ശക്തിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ വഹിയുമായി വരുമ്പോ ആ വഹിയിലേക്ക് ആരും അതിക്രമിച്ചു കടക്കാതിരിക്കാൻ, ഒരു പിശാചിന്റെയും ഇടപാടുകൾ വരാതിരിക്കാൻ, അതിനെല്ലാം തകർത്തെറിയാൻ പറ്റുന്ന ശക്തനാണ് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹമാണ് ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹത്തെ നശിപ്പിക്കുമ്പോൾ, അഥവാ നിഷേധികളായ ആളുകളെ അള്ളാഹുവിന്റെ ശിക്ഷ മൂലം നശിപ്പിക്കപ്പെടുമ്പോൾ അവരുടെ തദ്മീറിന് നേതൃത്വം കൊടുക്കുന്നത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. നോക്കുങ്ങൾ, ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹം, സദോം നിവാസികൾ, അവരുടെ രാജ്യത്തെ കീഴ്മേൽ മറിക്കുന്നത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രവൃത്തിയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതിശക്തനായ ആളാണ് ജിബ്രീൽ അലൈഹി സ്വലാം. അദ്ദേഹത്തിന്റെ ശക്തിയുടെ പ്രത്യേകത ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. മറ്റു മലക്കുകളൊക്കെ പേടിച്ചു നിൽക്കുകയാണ് വഹി കേൾക്കുമ്പോഴേക്ക്. ഖുർആൻ കാണാം, ഹത്താ ഇദാ ഫുസ്സിഅ അൻ ഖുലൂബിഹിം ഖാലൂ മാദാ ഖാല റബ്ബുക്കും ഖാലൂ അൽ ഹഖ് വഹുവൽ അലിയുൽ കബീർ. മലക്കുകൾ ആ കേൾക്കുന്ന വഹിയിന്റെ, അള്ളാഹുവിന്റെ സംസാരത്തിന്റെ ആ വഹിയിന്റെ പരിഭ്രമാവസ്ഥ, അവരുടെ സംഭ്രമാവസ്ഥ അവർക്ക് നീങ്ങിക്കഴിയുമ്പോൾ മലക്കുകൾ ചോദിക്കും, എന്താ റബ്ബ്, നിങ്ങളുടെ റബ്ബ് പറഞ്ഞത്? അപ്പോൾ പറയും, അത് ന്യായമായതാണ് എന്ന് പറയും. ഈ മലക്കുകളൊക്കെ ഭയപ്പെട്ടു നിൽക്കുമ്പോഴാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാ പ്രവാചകന്മാർക്കും വഹിച്ചുകൊണ്ട്, വഹി സ്വീകരിച്ചുകൊണ്ട് എത്തിച്ചു കൊടുക്കാൻ പോവുക എന്ന് പറയുന്നത്. അപ്പോൾ അള്ളാഹു ജിബ്രീലിനെ എത്ര ശക്തിയായിട്ടായിരിക്കും സൃഷ്ടിച്ചിട്ടുണ്ടാവുക. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഖൗലൻ സഖീൽ ഖൗലൻ സഖീല ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല. ഭാരമുള്ള വാക്ക് നിനക്ക് ഇറക്കി തരും എന്നാണ് പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ടും പരിശുദ്ധ ഖുർആനിന്റെ വഹിയിന്റെ വഹിയിന്റെ പ്രത്യേകതയും അതിന്റെ മഹത്വവും അതിന്റെ പ്രാധാന്യവും ഒക്കെയാണ് ആ വാചകങ്ങളുള്ളത്. അതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ശക്തനാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. മറ്റൊന്ന് ഇൻദദിൽ അർശി മക്കീൻ, അർശിന്റെ അടുത്ത്, അർശിന്റെ ഉടമസ്ഥന്റെ അടുത്ത് സ്ഥാനമുള്ളവനാണ് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറഞ്ഞ തംകീനുള്ള എന്നാണ്. അള്ളാഹുവിന്റെ അടുത്ത് പ്രത്യേകമായ സ്ഥാനമുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ അള്ളാഹു പറയുന്നത്. അർശിന്റെ നാഥൻ അല്ലെങ്കിൽ അർശിന്റെ ഉടമസ്ഥൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നമ്മൾ മനസ്സിലാക്കി വെക്കണം, അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും ബന്ധമുള്ള, ഏറ്റവും അധികം സ്ഥാനമുള്ള ആള് കൂടിയാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നാണ്. പിന്നെ ഖുർആൻ പറഞ്ഞത് മുതാഇൻ സമ്മ, അവിടെ അനുസരിക്കപ്പെടുന്നയാളെന്നാണ്. എന്ന് പറഞ്ഞാൽ മലക്കുകൾ മുഴുവനും അദ്ദേഹത്തെയാണ് അനുസരിക്കുന്നത്. മലക്കുകൾ മുഴുവനും അദ്ദേഹത്തിന്റെ കൽപ്പന പ്രകാരമാണ് പ്രവർത്തിക്കുന്നത്. അള്ളാഹുവിന്റെ കൽപ്പന, ആ കൽപ്പന മലക്കുകളിലേക്ക് കൊടുക്കുന്നു, മലക്കുകൾ അതനുസരിച്ച് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പറയുന്നു, മുതാഇൻ സമ്മ, അദ്ദേഹം അവിടെ അനുസരിക്കപ്പെടുന്നയാൾക്ക് അവിടുത്തെ നേതാവാണ് അദ്ദേഹം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫിൽ വെച്ച് കല്ലേറ് കിട്ടിയത് നമുക്ക് എല്ലാവർക്കും അറിയാം. സമയം നിശ്ചയിക്കപ്പെട്ട സമയം ഏകദേശം 40-45 മിനിറ്റാണ് എനിക്കറിയുന്നത്. ഏകദേശം 2 പോയിന്റോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫിൽ വെച്ച് ഏറുകൊള്ളുന്നുണ്ട്. ആ സമയത്ത് പ്രവാചകന് ആക്ഷേപിച്ചും പരിഹസിച്ചും ആളുകൾ പറയുന്നതും ആ സമയത്താണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകന്റെ അടുത്ത് വരുന്നുണ്ട്. അങ്ങനെ ജിബ്രീൽ വരുന്ന സന്ദർഭത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഫനളർതു, ഞാനിങ്ങനെ ആകാശത്തേക്ക് നോക്കി, അപ്പോഴതാ അവിടെ ജിബ്രീൽ. എന്നിട്ട് ജിബ്രീൽ എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് സമിഅ ഖൗല ഖൗമിക ലക് വമാ റദ്ദു അലൈക. നബിയെ, അങ്ങയുടെ സമുദായം അങ്ങയോട് പറഞ്ഞതും മറുപടി പറഞ്ഞതുമെല്ലാം ഇതാ അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് വഖദ് ബഅസ ഇലൈക മലക്കുൽ ജിബാൽ, ഇതാ പർവ്വതങ്ങൾ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കിനെ എന്റെ കൂടെ അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൽപ്പിക്കുകയാണെങ്കിൽ മലക്ക് നിങ്ങൾ പറയുന്നത് പോലെ ചെയ്തു തരും. ഇത് പറഞ്ഞിട്ടാണ് ഫനാദാനി മലക്കുൽ ജിബാൽ ഫസല്ലമ അലയ്യ. അപ്പൊ ആദ്യം സംസാരിക്കുകയും വിഷയം പറഞ്ഞു കൊടുക്കാനും വിഷയത്തെ ബോധ്യപ്പെടുത്താനും ഒക്കെ നേതാവായ ജിബ്രീലാണ് സംസാരിച്ചത് എന്നാണ്. മലക്കുൽ ജിബാൽ പിന്നീടാണ് സംസാരിക്കുന്നത് എന്ന് നമുക്ക് ഹദീസ് വായിക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കി വെക്കാം, ജിബ്രീൽ സ്വലാത്തു വസ്സലാമിന്റെ മറ്റൊരു പേരാണ്, മറ്റൊരു വിശേഷണമാണ്, അദ്ദേഹത്തിന് അള്ളാഹു കൊടുത്ത പ്രത്യേകതയാണ്. അദ്ദേഹം അവിടെ അനുസരിക്കപ്പെടുന്നയാളാണ്. മാത്രമല്ല അമീൻ, വിശ്വസ്തനാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു അർറൂഹുൽ അമീൻ. അമീൻ എന്ന് പറഞ്ഞാൽ വഞ്ചനയുടെ ഓപ്പോസിറ്റാണ്. അമീൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് വിശ്വസ്തൻ എന്നാണ്. ഖിയാനത്താണ് വഞ്ചന. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചു കൊടുക്കുന്ന വഹ്യ്, ആ വഹ്യ് ഏറ്റവും വിശ്വസ്തമായ രൂപത്തിൽ എത്തിച്ചു കൊടുക്കുന്നയാളാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. നിങ്ങൾ ഇവിടെ ഒരു പോയിന്റ് അറിയേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന രോഗമാണ് ശീഇയ്യത്ത്. ലോകത്ത് ശീഇകൾ വിശ്വസിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. ശീഇകൾ ഏറ്റവും തീവ്രവാദ വിഭാഗവും കൂടെയുള്ളവർ വിശ്വസിക്കുന്ന ഒരു വിശ്വാസം, യഥാർത്ഥത്തിൽ വഹ്യ് കിട്ടേണ്ടത്, നുബുവത്ത് കിട്ടേണ്ടത് അലി ഇബ്നു അബീ ത്വാലിബിനാണെന്നാണ്. പക്ഷേ ജിബ്രീൽ എന്ന വഞ്ചകൻ നടത്തിയ വഞ്ചനയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ വഹ്യ് കിട്ടാനുള്ള കാരണം എന്നാണ്. ജിബ്രീലിന് മാറിപ്പോയി എന്നാണ്. യഥാർത്ഥത്തിൽ ആ ഒരു വാദമുണ്ടല്ലോ, അത് ഖുർആനിന്റെ പ്രഖ്യാപനത്തെ എതിർക്കലാണ്. ഖുർആൻ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു റൂഹുൽ അമീൻ എന്നാണ്. മാത്രമല്ല മറ്റൊരു ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അമീൻ എന്നാണ്, അദ്ദേഹം വിശ്വസ്തനാണ് എന്നാണ്. അപ്പോ ശീഇകളുടെ ഈ വാദം മഹാനുണയാണ്, തെറ്റാണ് എന്ന് കൂടി നമ്മൾക്ക് ബോധ്യപ്പെടാൻ ഞാൻ സാന്ദർഭികമായി ഉണർത്തിയെന്ന് മാത്രം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മഹത്വത്തെ നശിപ്പിച്ച് പരിശുദ്ധ ഖുർആനിനെ പോലും തള്ളിക്കളയുന്ന വഹ്യ് പ്രവാചകന് കിട്ടിയതുപോലെ വിമർശിക്കുന്ന വിഭാഗമാണ് ശരിക്കും ശിഇയ്യത്ത്. കേരളത്തിൽ അതിങ്ങനെ പതുക്കെ ആളുകൾക്കിടയിലേക്ക് കടന്നു വരുന്നുണ്ട്. ശ്രദ്ധിക്കണമെന്ന് ഞാനൊന്ന് കൂട്ടത്തിൽ പറഞ്ഞെന്ന് മാത്രം. അപ്പൊ അദ്ദേഹം അമീനും കൂടിയാണ്. ഇതൊക്കെ അദ്ദേഹത്തെ കുറിച്ചുള്ള വിശേഷണങ്ങളാണ്. ഇനി അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചു കൊടുത്ത ചില ഉത്തരവാദിത്തങ്ങൾ, അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ചില പ്രവർത്തനങ്ങളെ കുറിച്ച് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതിലൊന്ന് വഹ്യ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹ്യ് എത്തിച്ചു കൊടുക്കുക മാത്രമായിരുന്നില്ല ജിബ്രീൽ അലൈഹിസ്സലാം ചെയ്തത്. ആ വഹ്യിന്റെ പാരായണം അത് കൃത്യമായി ഓതിക്കൊടുക്കുകയും അത് ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനിൽ നിന്ന് ഓതി കേൾക്കുകയും ചെയ്യുക എന്ന ആ ഉത്തരവാദിത്വവും ആ ജോലി കൂടി ജിബ്രീൽ അലൈഹിസ്സലാം ചെയ്തിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ഓതി കൊടുക്കും. പ്രത്യേകിച്ച് റമളാനിൽ ജിബ്രീൽ അലൈഹിസ്സലാം വരും, പ്രവാചകൻ ആദ്യം മുതൽ ഓതി കൊടുക്കും, ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കും. അവസാനം റസൂലുള്ളാഹി വഫാത്താകുന്ന അന്ന് ആ വർഷം 2 പ്രാവശ്യം വന്നിരുന്നു എന്നും ഹദീസിൽ കാണാം. അത് ഖുർആൻ പ്രവാചകനിൽ നിന്ന് കേട്ടിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ബോധ്യപ്പെടുത്തലായിരുന്നു ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊന്നാണ്, ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ് റസൂലുള്ളാഹിക്ക് ഇമാം എന്ന് നിസ്കാരം പഠിപ്പിച്ചു കൊടുത്തത്. മെഹ്റാജിന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം യാത്ര പോയത് ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ഇസ്രാ മെഹ്റാജ് യാത്രയിൽ നബിയോടൊപ്പം സഹചാരിയായി ഉണ്ടായിരുന്നത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ആ ജിബ്രീലുമായി അങ്ങ് ആകാശ ലോകത്തെത്തുന്നു, അള്ളാഹുവിന്റെ അടുത്തെത്തുന്നു, അള്ളാഹുമായി മുനാജാത്ത് നടത്തുന്നു. നമസ്കാരം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു നിർബന്ധമാക്കുന്നു 50 വഖത്ത്. പിന്നീട് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നിർദ്ദേശപ്രകാരം അള്ളാഹുവിന്റെ അടുത്ത് പോയി കുറച്ചു വരാൻ ആവശ്യപ്പെടുകയും 5 വഖത്തായി ചുരുക്കി
പ്രവാചകൻ രാത്രി തന്നെ തിരിച്ചു വന്നു. സുബൈ നമസ്കാരത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിറ്റേന്ന് സുബൈക്ക് പ്രവാചകൻ നിസ്കരിക്കേണ്ടതാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടില്ല. കാരണം പ്രവാചകൻ അതിന്റെ കൈഫിയത്ത് രൂപം അറിയില്ലായിരുന്നു. പിന്നീട് ളുഹറിന്റെ സമയം ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ നമസ്കാരം മുന്നിൽ നിന്ന് നിസ്കരിച്ച് കാണിച്ചു കൊടുക്കുന്നു. പ്രവാചകൻ ഇമാമത്ത് നിൽക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇമാമായി നിസ്കരിച്ചത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. പിന്നീട് അസറിന് വന്നു, മഗ്രിബിന് വന്നു, ഇശാഇന് വന്നു, സുബൈക്ക് വന്നു. പിറ്റേ ദിവസം ളുഹറിന് നേരത്തെ വന്നതിനേക്കാൾ താമസിച്ചു വന്നു, അസറിനും നേരത്തെ വന്നതിനേക്കാൾ താമസിച്ചു വന്നു, മഗ്രിബിന് യഥാർത്ഥ സമയത്തിന് വന്നു, ഇശാഇന് കുറച്ചുകൂടെ താമസിച്ചു വന്നു, സുബൈക്ക് കുറച്ചുകൂടെ ലേറ്റ് ആയിട്ട് വന്നു. ഇങ്ങനെ 2 സമയങ്ങളിലായിട്ട് വന്നു. 2 പ്രാവശ്യം ഇമാമ നിന്ന് നിസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു നിസ്കാരത്തിന്റെ സമയം ഇവിടം മുതൽ ഇവിടം വരെയാണ് എന്ന് ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാത്രമല്ല അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരിക്കൽ ജിബ്രീൽ സ്വല്ലം മന്ത്രിച്ചു കൊടുത്തതായി, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുള്ള വിഷമത്തിന് മന്ത്രിച്ചു കൊടുത്തതായും ഹദീസിൽ കാണാൻ നമുക്ക്. അവിടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മന്ത്രിക്കുമ്പോൾ ജിബ്രീൽ മന്ത്രിച്ച മന്ത്രം എന്താന്ന് വെച്ചാൽ ഹദീസിൽ കാണാം, ബിസ്മില്ലാഹി അർഖീക് മിൻ കുല്ലി ശൈഇൻ യുദീക് മിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനി ഹാസിദിൻ അല്ലാഹു യശ്ഫീക് ബിസ്മില്ലാഹി അർഖീക്. അല്ലാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ നിങ്ങളെ മന്ത്രിക്കുന്നു, നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന എല്ലാത്തിൽ നിന്നും, എല്ലാ നഫ്സിന്റെ ശർറിൽ നിന്നും, എല്ലാ അസൂയക്കാരന്റെ കണ്ണിൽ നിന്നും അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് റുഖിയ ചെയ്യുന്നു, നിങ്ങൾക്ക് മന്ത്രിക്കുന്നു, അള്ളാഹു നിങ്ങൾക്ക് ശിഫ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പ്രവാചകനോടൊപ്പം നടന്ന് ഒപ്പം യുദ്ധത്തിനുണ്ടായിരുന്നത് കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ബദറിൽ ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഖന്തഖ് യുദ്ധത്തിലും ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹായം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ വന്നിട്ടുണ്ട് എന്നും നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഞാൻ ചുരുക്കി ചില കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞതാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയും പറഞ്ഞ വിഷയങ്ങൾ ധാരാളം നമുക്ക് വായിച്ചെടുക്കാം, മനസ്സിലാക്കാം. ഏതായാലും ഈ വിഷയത്തെ, മലക്കുകളെ കുറിച്ച് അറിയുമ്പോൾ പ്രത്യേകം അറിയേണ്ടത് ജിബ്രീലിനെ കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.